വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണ സഹോദരിമാരും 2 പേരുണ്ട്. അവരെ 2 പേരെയും വിവാഹം ചെയ്തയച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ പെണ്ണിനെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിക്കൂ. ഞാനും അതാ നോക്കുന്നു. നോക്കിയത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്ക. എന്നെ കൊണ്ടാവി പിന്നെ ഞാനാണ് കൊണ്ടേ കൊടുക്കേണ്ടത്. എന്താ ഈ കാപ്പി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടുന്നില്ല. ലേഖേ, ഈ കാപ്പി കൊണ്ട് കൊടുക്ക്. അവര് കാപ്പി ഓടിക്കാൻ വന്നതാണോ? കാപ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ നീ ചെറുക്കനെ കൂടെ ഒന്ന് കണ്ടേര്. ഇന്നൊരു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണോ? നല്ലപോലെ ഇഷ്ടമായി. ലേഖയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ചെന്നൊന്ന് കണ്ടു നോക്ക്. വേണ്ട, നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. കല്യാണം നടത്തിക്കോളൂ. നിനക്ക് കാണണ്ട, നീ കാണണ്ട. പക്ഷെ ചെറുക്കനെ നിന്നെ ഒന്ന് കാണണമല്ലോ. ഓ, അതിനാണോ? എങ്കിൽ ശരിക്കും കണ്ടോട്ടെ. അയ്യേ, ഇതൊക്കെ ഒന്ന് മാറ്റിയ സാരി എടുത്തോണ്ട് പോ. ഇതൊക്കെ മതി ചേച്ചി. എന്നെ കാണാനല്ലേ അവര് വന്നത്, എന്റെ സാരി കാണാനാണോ? എന്നെ നോക്കുന്നതിന് ലേഖയുടെ സ്വഭാവം നിനക്കറിയില്ല. ഈ കാപ്പി ആര് കൊടുക്കും? കാപ്പി കുടിച്ചാ പോരെ, ആര് കൊടുത്താലെന്ത്? പെണ്ണ് വരുന്നില്ലല്ലോ, ഒന്ന് കാണാമെന്ന് വെച്ചാൽ. ഇനി നോക്കാനും പറയാനും ഒന്നുമില്ല. ഞങ്ങൾക്ക് സമ്മതമായി. എന്താ ഉണ്ണികൃഷ്ണ? കഴിയുന്നതും വേഗം കല്യാണം നടത്തിയേ കൊള്ളാം. എനിക്ക് കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. മടിയൊന്നും വേണ്ട. ഏത് ക്ലാസ് വരെ പഠിച്ചു? പറഞ്ഞു കൊടുക്ക്. അങ്ങോട്ടല്ല ചോദിച്ചത്, ലേഖയോടാണ്. അയ്യോ, ലേഖ ഞാനല്ല, ഇതാണ് ലേഖ. അയ്യോ, ചതിച്ചു ദൈവമേ, അത് ശകുന്തള. ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണ. 2 പേരെ ഞങ്ങൾക്ക് ഇഷ്ടം. അയ്യോ, ഒന്നിനെ എനിക്ക് വിട്ടു തന്നേക്ക്. ശകുന്തളയെ ഞാൻ കെട്ടിക്കോളാം. എന്റെ സഹോദരി ലേഖയെ ഉണ്ണീഷിന് ഇഷ്ടമായോ? ഇഷ്ടമായി. എങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. എന്റെ നിശ്ചയപ്പെട്ട് എന്തിനാ എടുത്തത്? ആരോട് ചോദിച്ചുണ്ടാ എടുത്തത്? അതിങ്ങോട്ട് വെക്കിലേക്ക്. സ്വർണം വാങ്ങിക്കാൻ പണം വേണ്ടേ? വേണ്ട, ഉള്ള രൂപ കൊണ്ട് വാങ്ങിയാ മതി. അതിനുവേണ്ടി എന്റെ നിശ്ചയപ്പെട്ടി തുറക്കൊന്നും വേണ്ട. പെണ്ണെ, കളിക്കാതെ ആ പെട്ടി ഇങ്ങോട്ട് വെക്ക്. വെറുതെ എന്റെ നിറം മാറ്റരുത്. എന്റെ ചേട്ടന് ആകെ ഒരു നിറമേ ഉള്ളൂ, അത് മാറുകയില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പേടിപ്പിക്കാതെ ഏട്ടാ. ഞാനിതാ വന്നിരിക്കുന്നു. ശരി, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആഹാ, ഇപ്പോഴാണോ വരുന്നത്? സ്വർണം വാങ്ങാനല്ലേ പോകുന്നത്, കട തുറക്കുന്നതിന് മുമ്പ് പോണോ? ഇക്കണക്കിന് സ്വർണം വാങ്ങൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ഞാൻ താമസിച്ചോണ്ടാണോ? ഉള്ളതെല്ലാം കൂടി കണക്കാക്കി ഞാനൊരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിശ്ചയപ്പെട്ടിയിലെ പണം അവൾ തരുന്നില്ല. അത് അവളുടേതാണത്ര. പിന്നെ ആരുടേതാ? ചേട്ടന്റെ ആണോ? എന്റേത് തന്നെയാ. ഇവളോട് എന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന രൂപയിൽ നിന്ന് 5ഉം 10ഉം ഒക്കെ എടുത്ത് ഇവളെ പെട്ടിയിൽ. ആയിക്കോട്ടെ, എന്നാലും ഇതുവരെ സൂക്ഷിച്ചു വെച്ചില്ലേ? ഓ, വലിയ കാര്യമായി പോയി. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. സ്വർണം വാങ്ങിക്കാൻ നേരത്തെ തിരിച്ചെടുക്കാമല്ലോ എന്ന് കരുതി അപ്പ ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ഇതിലുള്ള രൂപ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒറ്റ പൈസ അങ്ങോട്ട് കിട്ടുമെന്നൊന്നും കരുതേണ്ട. അത് കൊള്ളാം. നമ്മളിപ്പോ പോകുന്ന സ്വർണം വാങ്ങാനല്ലേ? എനിക്ക് സ്വർണം വാങ്ങാനല്ലേ ഈ രൂപ. ശകുന്തള ചേച്ചി എന്റെ ഏട്ടത്തിയമ്മയായിട്ട് മാറിക്കഴിയുമ്പോ എന്റെ വക ഒരു സമ്മാനം, ഒരു താലിമാല. വിഷമിക്കണ്ട, ഞാൻ കുറച്ച് രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അടുത്ത ആള്. വേണ്ട 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 വേണ്ട. ഇവിടെ പെണ്ണുങ്ങളുടെ പണമേ വേണ്ട. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ സ്വർണം വാങ്ങും. കിട്ടുന്നത് മതി. അങ്ങനെ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രസിഡന്റ് മതി. വേഗം പോകാൻ സമയം പോയി. എവിടെ പോവാനാ? എവിടെ പോവാനോ? വിവാഹത്തിനുള്ള സ്വർണം വാങ്ങാൻ. അതിന് ഞാനെന്തിനാ? സ്വർണം നിനക്കല്ലേ? വാങ്ങുന്നത് നിങ്ങളല്ലേ. നിങ്ങൾ 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, പിന്നെയല്ലേ സ്വർണം. അപ്പൊ ലേഖ വരുന്നില്ലേ? ഇല്ല ചേച്ചി, നിങ്ങൾ 2 പേരും കൂടി വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തും എനിക്കിഷ്ടമായിരിക്കും. നിങ്ങൾ പോയിട്ട് വരുമ്പോ ഞാൻ ഊണ് തയ്യാറാക്കി വെക്കാം. ഞാൻ വരുന്നില്ല. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അതെ, ശാപ്പാട് ഗംഭീരമായിരിക്കണം. ഞങ്ങൾ വരുന്നത് സ്വർണവും വാങ്ങിച്ചോണ്ടാണ്. ഓർമ്മ വേണം. ഉത്തരവ്. ശരി.
അയ്യോ ഞാനില്ല. പറഞ്ഞു തരുന്നതിന് മുമ്പ് അവൾ മൂക്ക് വെച്ചെടുക്കും. ഭയങ്കര ചുണ്ടിയാ. ആ ചുണ്ടി കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ആ ചുണ്ടി കാണാൻ നിൽക്കോ? അങ്ങനെയാണെങ്കിൽ ശകുന്തള പറഞ്ഞു, ഞാനില്ല. പിടിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ജയിൽപ്പുള്ളിയുടെ വേഷം. കൈവിലക്ക്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ വസ്ത്രങ്ങളും വിലങ്ങുമാണിത്. ഭാഷയോ? പേര് കേട്ട് തെറ്റിദ്ധരിക്കണ്ട, ആള് മലയാളി തന്നെയാണ്. യഥാർത്ഥ പേര് വിക്രമൻ. ഇവിടെ അനവധി കേസുകൾ ഉണ്ടാക്കിയിട്ട് രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ചേർന്ന് പേരും മാറ്റി. അങ്ങനെ ഭാഷയായി. ഇപ്പോൾ കൊള്ളക്കാരുടെ നേതാവാണവൻ. പക്ഷേ ഇവിടെ എങ്ങനെ എത്തി? ഈ കേരളത്തിൽ? അവൻ ഈയിടെ രാജസ്ഥാനിൽ വെച്ച് അബദ്ധത്തിൽ പോലീസിന്റെ പിടിയിലായി. ഇവിടെ നിരവധി കേസുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലൊരു കേസിന്റെ വിസ്താരവും കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് അവൻ ജീപ്പിൽ നിന്ന് ചാടിക്കളഞ്ഞത്. ജയിൽ വേഷത്തിൽ നടന്നാൽ പിടികൂടുമെന്നറിയാം. അതുകൊണ്ടാണ് അവൻ വേഷം മാറ്റിയത്. നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ കാണണം. വരൂ. ഇതാണ്. ഇനി ഇവനെ പിടികൂടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മുങ്ങിയാൽ രാജസ്ഥാനിലെ പൊങ്ങും. ഭയങ്കരനാണവൻ. രാജസ്ഥാൻ. അവനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. ഈ വിലങ്ങുകൊണ്ട് അവൻ എന്റെ അനുജത്തി അടിച്ച മുറിപ്പാടുകൾ അവളുടെ ശവശരീരത്തിൽ ഞാൻ കണ്ടു. അവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കുക, അതിന് പകരം വെട്ടുക. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുവരെ ഈ വിലങ്ങ് കയ്യിലുണ്ടാകും. ഒന്ന് ചോദിച്ചോട്ടെ, അതിനുശേഷം താങ്കളുടെ കാമുകിയെ കണ്ടിട്ടില്ലേ? ഇല്ല, അതിന് സമയമുണ്ടായി. ഭാഷയെ കണ്ടുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ജഗദീഷ് നാട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് തന്നെയാണോ പോകുന്നത്? അതെ, ഭാഷയുടെ സ്ഥിരസങ്കേതം ഇവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. മറ്റു പല സ്ഥലങ്ങളിലും പോയി അവൻ ക്യാമ്പടിക്കും. അവിടങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ കൊള്ളയടിച്ച് തിരിച്ചും പോരും. ഇത്രയൊക്കെ ആയിട്ടും അവന് സൗകര്യത്തിന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അതെ മോഹൻ, ഓരോ ദിവസവും ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒട്ടകത്തിന്റെ മുകളിലിരിക്കുമ്പോഴും എന്റെ കണ്ണുകൾ തേടുന്നത് അവനെയാണ്. മോഹൻ അറിയാമോ, ഞാൻ ഈ ജോലി സ്വീകരിച്ചത് തന്നെ അവനെ കണ്ടുപിടിക്കാനും. നോക്കു മോഹൻ, താമസിയാതെ തന്നെ അവൻ എന്റെ മുന്നിൽ വന്നുവിടും. അന്ന് ഞാൻ ജഗദീഷ്, നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഞാനും കൂടെ വട്ടെ. എങ്ങാനും വെച്ചവനെ കണ്ടുമുട്ടിയാലോ? പ്ലീസ്. പോരണമെന്ന് നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ പോന്നു. സത്യത്തിൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നല്ല സുഖമുള്ള കാര്യം. അത് മോഹൻ ആദ്യമായതുകൊണ്ട് തോന്നുന്നതാണ്. കുറച്ചു കാലം കഴിയുമ്പോ മടുപ്പ് തോന്നും. കാര്യം ശരിയാണ്. എനിക്കും എന്നേ മടുപ്പ് തോന്നുകയാണെന്നറിയാം. പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഇതിന്റെ പുറത്ത് കയറുന്നതെന്ന് വെച്ചാൽ 4 കാശുണ്ടാക്കണം, ഇതുപോലൊരു കച്ചവടം തുടങ്ങണം. ഇപ്പൊ കാശും ഇല്ല, കച്ചവടവും ഇല്ല, രണ്ടും മുതലാളിക്കാ. അല്ല, മരുമോനും ഉണ്ട് കേട്ടോ. പിന്നെ സാറ് മോളെ കല്യാണം കഴിച്ച് ഒട്ടകങ്ങളെയൊക്കെ ഏറ്റെടുക്കുമല്ലോ. അപ്പോ ഈ കച്ചവട സംഘത്തിന്റെ തലവനായിട്ട് എന്നെ നിയമിക്കണം. ആശം വിഷമിക്കണ്ട, ആശാനെ ഞാൻ അസിസ്റ്റന്റ് ആക്കിക്കൊള്ളാം. എന്നിട്ട് മോഹൻ സാറ് നോക്കിക്കോ, ഈ ഒട്ടകങ്ങളെയൊക്കെ കുതിരകളെ പോലെ പറക്കും.
ഒരു പേവാർഡ് കിട്ടാൻ ഒരു രക്ഷയില്ലേ. ഇവിടെ കിടന്ന രോഗം കൂടുകയുള്ളൂ. വേണമെന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ഒരു പേവാട് ഒഴിയും. അപ്പോൾ അങ്ങോട്ട് മാറ്റാം. ഓ സിസ്റ്റർ മലയാളിയാണല്ലേ? ഇവിടെ വേറെ മലയാളി നഴ്സുമാരൊന്നും ഇല്ലേ? എന്തോ നാളായത്. ആ വാ പോവാ. ആശാനെ, എനിക്കൊരു സംശയം. നമ്മുടെ ആശാനോട് എന്താ നേഴ്സ് ഇത്ര താല്പര്യം കാണിക്കുന്നത്? ക്യോ ഐസ മജാ കർത്താ ഹൈ വോ? അത് മലയാളി ആയതുകൊണ്ടായിരിക്കും ആശാനെ. ഇത്രയും മൈലുകൾക്ക് ഇപ്പുറത്ത് വെച്ച് ഒരു മലയാളിയെ കാണുമ്പോൾ പ്രത്യേകത തോന്നുമല്ലോ. എന്നാ പിന്നെ ഇത് എന്നോടും തോന്നണ്ടേ? ഇതെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ. മുജയൊക്കെ കുത്താ ബെൻകയാ. എന്നെ മൈൻഡ് ചെയ്തില്ല. സമയം കളയാവുന്ന വാ ഉണ്ണികൃഷ്ണ. എന്നെങ്കിലും എന്റെ കൈയും കാലും ആരെങ്കിലും അടിച്ചൊടിക്കും. അന്ന് ഞാനിവിടെ ഒന്ന് കിടക്കും. ഇവിടെ സുന്ദരികളായ നഴ്സുകളാണല്ലോ ഉള്ളത്. യഹാം ബഹുത്ത് അച്ഛൻ നഴ്സ് ലക്കിയാം ഹേ. എന്തായാലും ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? നാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന ഞാൻ എങ്ങനെയും മരുഭൂമിയിലെത്തിയെന്ന്. ഉപേക്ഷിച്ചിട്ട് പോന്നു? അതെ. നാട് വിടുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും പറയാതിരിക്കുമോ? ക്ഷമിക്കൂ ശകുന്തളി. അപ്പോഴത്തെ ചുറ്റുപാടിൽ എനിക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. മനസ്സു നിറയെ പ്രതികാരമായിരുന്നു. ആ പ്രതികാരവുമായിട്ട് രാജസ്ഥാനിലേക്കാണ് പോന്നിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം വീട്ടുകാരെനിക്ക് വേറെ വിവാഹം ആലോചിച്ചു തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാട് വിടേണ്ടി വന്നു. അങ്ങനെ ചേട്ടനെ തേടി ഇവിടെ വന്നു. നേരത്തെ നഴ്സിംഗ് പരീക്ഷ ജയിച്ചിരുന്നത് കൊണ്ട് ഈ ആശുപത്രിയിൽ ജോലിയും കിട്ടി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനിയും ചിലതൊക്കെ അറിയാനുണ്ട്. അതെല്ലാം പിന്നീട് മതി. എന്നെ ഇവിടുന്ന് എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുള്ളതാണ് ഉടനെ അറിയേണ്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അത്രയേറെ തിടുക്കമായോ? ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ? അല്ല ശകുന്തളി, അല്ല. ഞാൻ രാജസ്ഥാനിലെത്തിയത് പാഷിയോട് പ്രതികാരം വീട്ടാനാണ്. അവനോട് പ്രതികാരം ചെയ്തതിന് ശേഷമേ എനിക്ക് നിന്നെക്കുറിച്ച് പോലും ചിന്തിക്കാനാവൂ. ഓഹോ, അത് നന്നായി. സ്നേഹിക്കുന്നവൾക്ക് ശത്രുവിന്റെ വില പോലുമില്ല അല്ലേ? ഇതിങ്ങനെ സംസാരിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ശകുന്തള ഏതായാലും ഈ ആശുപത്രി തന്നെ കാണുമല്ലോ. ഞാൻ വന്ന കാര്യം ആദ്യം നടക്കട്ടെ. മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം.